ഭഗവത്ഗീതയിലെ സാഖ്യായോഗത്തെ ഭഗവാൻ സ്വയം രണ്ടായി പിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഭാഗം, കുറച്ച് ഭാഗം അർജുനൻ എന്തുകൊണ്ട് യുദ്ധം ചെയ്യണം എന്ന് അടിച്ചു പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നു. രണ്ടാമത്തെ ഭാഗം, കുറച്ച് ഭാഗം അർജുനൻ വിഷാദനായിട്ടാണ് ഇരുന്നത്. അപ്പോൾ ഈ വിഷാദം, ദുഃഖം ആരാണ് ചെയ്യേണ്ടത്, ആർക്കാണ് ഉള്ളത് എന്നുള്ളതിനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇതിൽ തന്നെ മനസ്സും ശരീരവും തമ്മിലുള്ള എന്ത് ബന്ധം എന്നുള്ളത് കാട്ടി അതിലൂടെ മനസ്സിലായിപ്പിക്കുന്നു. ഇതാണ് രണ്ട് ഭാഗങ്ങളായി പിരിച്ച് 72 ശ്ലോകങ്ങളിൽ അടങ്ങിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. നത്വേവാകം ജാതുനാസം നത്വം നിമേ ജനാതിപ ന ചൈവ ന ഭവിഷ്യാമ സർവേ വയമിദം പരം ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാം തഥാ ദേഹാന്തരപ്രാപ്തിർ ധീരസ്തത്യനുമുഖതേ മാത്താസ്പസ്ത്യേഷു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖതാം ആഗമ പായിനോ നിത്യ സ്ഥാം സ്ഥിതിക്ഷസ്വ ഭാരതാം യം ഹീന വ്യതയന്തന്തെ പുരുഷം പുരുഷസ്വ സമദുഃഖസുഖം ധീരം സോമവദത്വായ കായതാം സോമവൃത്വായ കൽപ്പതേ നത്വേഭാഗം ജാതുനാസം നത്വം നേമേ ജനാധിപ ന ചൈവ ന ഭവിഷ്യാമ സർവേ വയമിതം നപരം. അർജുനോട് പറയണ, ഹേ അർജുന, നീ ഇത്രയധികം ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീയും ഞാനും ജനിച്ചിട്ടുമില്ല, ജനിക്കാൻ പോണുമില്ല, ജനിച്ചിട്ടുമുണ്ട്, മരിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ജനനവും മരണവും മനുഷ്യനും മൃഗങ്ങൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളതാണ്. ജനിച്ചാൽ മരണം തീർച്ച, അതിൽ നീ ദുഃഖിക്കേണ്ട യാതൊരു ആവശ്യമില്ല. മരിച്ചാൽ ആ മരണശേഷം ആ ശരീരം നശിക്കുന്നു എന്നല്ലാതെ മനസ്സ് ഒരിക്കലും നശിക്കുന്നില്ല. പിന്നെ എന്താണ്? ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തരപ്രാപ്തിർ ധീരസ്തത്വനുമുച്യതേ. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം, ശരീരത്തിന് കൗമാരം, യൗവനം, വാർദ്ധക്യം ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളാണ് മനുഷ്യനുള്ളത്. അപ്പോൾ ഇത് ശരീരത്തിൽ എങ്ങനെ വന്നു പോകുന്നുവോ, ഒരു മനുഷ്യൻ ജയിച്ചാൽ ഈ ഘട്ടങ്ങൾ കടന്നേ പറ്റൂ. നിത്യവും എന്നും അതേ രൂപത്തിലിരിക്കാൻ ലോകത്തിൽ ആരുമില്ല. അങ്ങനെ ഒരു ജന്മം ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകില്ല. മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് 100 വയസ്സ് 50 വയസ്സ് ഏതെങ്കിലും ഒരു വിധികർത്താവ് അദ്ദേഹത്തിന് എഴുതിയിട്ടുണ്ടാവും. പക്ഷേ ആ കാലഘട്ടം അനുഭവിച്ചേ പറ്റൂ. അപ്പോൾ കൗമാരം, യൗവനം, ജര. കൗമാരപ്രായം 18 വയസ്സ്, ആ പ്രായത്തിൽ. യൗവനം, അതിനുശേഷമുള്ള വാർദ്ധക്യം, വയസ്സായത്. ജരാനരാദികൾ ബാധിച്ച് ഉള്ള ഈ കാലഘട്ടം. ഈ കാലഘട്ടം മനുഷ്യ ശരീരത്തിൽ എങ്ങനെ വന്നു പോകുന്നുവോ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവനും. അത് മരിച്ച ശേഷം വേറെ ഒന്നിൽ പ്രവേശിക്കുന്നു. ഇതിന് യാതൊരു സംശയമില്ല. അതിനെപ്പറ്റി നീ ദുഃഖിക്കണ്ട. ഈ കൊല്ലുന്ന രാജാക്കന്മാരെ നീ കൊല്ലുന്നില്ല, അവർ ആൾറെഡി മരിച്ചു കഴിഞ്ഞു. നീ ഞാനും ജനിച്ചിട്ടില്ല, ഈ മഹാന്മാരും ജനിച്ചിട്ടില്ല, അത് തീർച്ചയാണ്. അതിന് യാതൊന്നും ഇതില്ല. അതുകൊണ്ട് നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ, ഇനി ഇന്ദ്രിയങ്ങളെ പറ്റി പറഞ്ഞു. ഇന്ദ്രിയങ്ങൾക്ക് നമ്മൾ അടിമയാകരുത്. പഞ്ചേന്ദ്രിയങ്ങൾ, നമ്മുടെ വായ, മൂക്ക്, കണ്ണ്, ഇങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഓരോ ഇത് ദൈവം കൊടുത്തിട്ടുണ്ട്. എന്നാണ് ഓരോ കാര്യങ്ങളും കൂടെ. കണ്ണിന് കാഴ്ച കൊടുക്കുക, മൂക്കിന് ശ്വസിക്കുക, വായിക്ക് സംസാരം, ചെവിക്ക് ശ്രവണം എന്നിങ്ങനെ വിവേചിച്ചു കൊടുക്കുന്നു. ഇതും അതുപോലെ തന്നെയാണ്. വന്നുകൊണ്ടും പോയിക്കൊണ്ടും മനുഷ്യൻ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ചത്തു കഴിഞ്ഞു. ഇതിന് യാതൊരു ജീവനുമില്ല. പക്ഷേ മനസ്സ്, ദ സോൾ, അങ്ങനെയല്ല. അതിന് മരണമില്ല. ദേഹിനസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജര പറഞ്ഞ പോലെയാണ്. മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ്, സോൾ, അത് അവിടുന്ന് പോയി കഴിഞ്ഞു. അവിടെ അയാൾ വേറെ ഒരു സ്ഥലത്ത് വേറെ ഒരു ജീവനിൽ പോയി ചേർന്ന് കഴിഞ്ഞു. അപ്പോൾ ഈ ശരീരത്തിന് മാത്രമേ മരണമുള്ളൂ. അങ്ങനെയുള്ള ശരീരത്തെ പറ്റി നീ എന്തിനു ചിന്തിക്കുന്നു?
അർജുന. ഇതിനെപ്പറ്റി നീ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇത് കർമ്മയോഗത്തിൽ വളരെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. വെരി ബിഗ് സബ്ജക്റ്റാണ് കർമ്മയോഗം പറഞ്ഞാൽ. നമ്മൾ ഭഗവത്ഗീതയിൽ നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളെ പറ്റി വളരെയധികം വിസ്താരമായി പറയുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട്, ഇതേ വാക്ക് തന്നെ പറയുന്നുണ്ട്. ശരീരത്തെ പറ്റി നീ ചിന്തിച്ച് വെറുതെ തലപോഴിക്കണ്ട. നിനക്കൊരു സമയമുണ്ട്, ആ സമയം വന്നാൽ നീ പോയേ പറ്റൂ. അതിനെ ആർക്കും തടുക്കാൻ പറ്റില്ല. കൗമാരം, യൗവനം, വാർദ്ധക്യം ഈ കാലഘട്ടങ്ങളിൽ നീ ഇരുന്നേ പറ്റൂ. അതുകൊണ്ട് നീ അതിനെപ്പറ്റി ഒട്ടും ചിന്തിക്കണ്ട. പ്രൊസീഡ്. ഇപ്പോൾ ഈയിടെയായിട്ട് നമ്മൾക്ക് എല്ലാവർക്കും ഒരു സംശയമുണ്ട്. നമ്മൾ ഭഗവത്ഗീതയിലും പുരാണോക്തങ്ങളിലും എല്ലാത്തിലും പറയുന്നുണ്ട്, സോൾ, ആത്മാവ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ചിലവർ ഇല്ല പറഞ്ഞ് വാദിക്കുന്നുണ്ട്. ഗീതയിലും ഇതൊക്കെ ഉണ്ടെന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ ശാസ്ത്രലോകം അത് തെളിയിച്ചിരിക്കുന്നു. ശാസ്ത്രലോകം, അതായത് ഏതാനും ഞാൻ ഈ പറയുന്നതിൻ്റെ ഏതാനും ഒരാഴ്ചകൾക്ക് 2 ആഴ്ച 1 മാസം മുമ്പ് അരിസോണ സർവകലാശാല യു എസ് എയിലെ ചില അനസ്തേഷ്യ വിഭാഗത്തിലെ ചില പ്രൊഫസർമാർ എന്ത് ചെയ്തിരിക്കുന്നത് വെച്ചാൽ, സ്റ്റുവർട്ട് ഹാമറോഫ് എന്നാണ് അയാളുടെ പേര്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള കുറേ ശാസ്ത്രജ്ഞന്മാർ ആ സർവകലാശാലയിൽ പരീക്ഷണം നടത്തി. ഈ ആത്മാവുണ്ടോ എന്നുള്ളൊരു പരീക്ഷണം നടത്തി. അതിൽ അവർ വിജയിച്ചു. മരിച്ച ശേഷം ഒരു എനർജി പുറത്തു പോകുന്നുണ്ട്. ആര് മരിച്ചാലും ഒരു എനർജി പുറത്തു പോകുന്നുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അതിനെപ്പറ്റി ഫർദറായി അവർ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സയൻറ്റിഫിക് വേയിൽ അവർ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ആത്മാവുണ്ട് എന്നുള്ളതിന് തെളിവ് വന്നു കഴിഞ്ഞു. ശാസ്ത്രലോകം തന്നെ പറഞ്ഞു കഴിഞ്ഞു. ബാക്കിയുള്ളത് നമുക്കറിയേണ്ട ആവശ്യമില്ല. പിന്നീട് ശാസ്ത്രലോകം തന്നെ സമ്മതിച്ചു ഇതുണ്ടെന്ന്. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് നമ്മളിൽ ഉണ്ടാവില്ല. അത് പോയി കഴിഞ്ഞു. അപ്പം നീ എന്തിനാ അതിനെപ്പറ്റി ദുഃഖിക്കുന്നു? ആവശ്യമില്ലാത്തതിനെപ്പറ്റി ചിന്തിച്ച് തല പുകയ്ക്കേണ്ട ആവശ്യമില്ല അർജുന. നിൻ്റെ കടമ എന്താണ്? നിൻ്റെ കർത്തവ്യം എന്താണ്? ഡു ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഇത് നോക്കിക്കോളൂ. നാസതേ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദാ ഉഭയോരു വിദുസ്തതി. അതായത് ഇല്ലാത്തത് ഉണ്ട് എന്ന് വിചാരിക്കുക, ഉള്ളത് ഇല്ല എന്നും വിചാരിക്കുക. ഈ 2 അവസ്ഥകളും രഹസ്യം നമ്മൾ മാറ്റിയെടുക്കണം. ഇല്ലാത്തതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട, ഉണ്ട് എന്ന് ഇരിക്കുക. ഉള്ള സാധനം ഇല്ലയെന്നും ഇങ്ങനെ ചിന്തിച്ചിട്ട് എന്താ ഫലം കിട്ടാൻ പോകുന്നത്? നമ്മുടെ സമയവും ബുദ്ധിയും സമയവും ഒക്കെ വേസ്റ്റ് എന്നല്ലാതെ വേറെ ഒന്നുമില്ല. അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുകയും വേണ്ട. വാസംശീർണാനി യഥാ വികായ നവാനി ഗൃഹാനി നരോപരാണി തഥാ ശരീരാണി വികായ ജീർണ അജ്ഞാനി രമ്യ സംയാതിനയോനിദേഹി. വസ്ത്രം, ജീർണിച്ച വസ്ത്രം നമ്മളുടെ ശരീരത്തിൽ നിന്ന് മാറ്റുന്ന പോലെയാണ് ഇത്. ശരീരത്ത് ഇട്ട് കഴിഞ്ഞാൽ മനുഷ്യൻ ജീർണിച്ച വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പുതിയ വസ്ത്രങ്ങൾ സ്വീകരിക്കുന്ന പോലെ ആത്മാവ് എപ്പോൾ നമ്മളുടെ ശരീരം ജീർണിക്കുന്നു ആ സമയത്ത് നമ്മുടെ ശരീരത്തെ ഉപേക്ഷിച്ച് ആത്മാവ് മറ്റൊരു ശരീരത്തിലേക്ക് പോകുന്നു. ആ ശരീരമേതാ അത് നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ചേർത്തയാണ്, വസ്ത്രം ധരിച്ചുകൊണ്ട് ആ ജീർണിച്ച വസ്ത്രം, ഒരു വസ്ത്രം കൊണ്ട് നമ്മൾ ജീവിതകാലം മുഴുവൻ ഇരിക്കില്ല, തീർച്ചയാണ്. അപ്പോൾ ഈ വസ്ത്രം, ജീർണിച്ച വസ്ത്രം വലിച്ചെറിഞ്ഞ് നമ്മളുടെ ശരീരം എപ്പോൾ ജീർണിക്കുന്നു ആ സമയത്ത് ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപെട്ട് വേറെ ഒരു ശരീരത്തിലേക്ക് പോകുന്നു. പണ്ടൊക്കെ നമ്മൾ ഈ കൂടുവിട്ട് കൂടുപായം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇന്ന് കേട്ടിട്ടുണ്ട്. അതുണ്ടോ ഇല്ലയോ എനിക്കും അറിയില്ല. ഞാൻ എൻ്റെ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരീരം അവിടെ കിടക്കും, അവിടുന്ന് ആ മനസ്സ് അയാൾ വിചാരിച്ച മറ്റൊരു ജീവിയിലേക്ക് കിടക്കും, എന്നിട്ട് പ്രവർത്തനം ആരംഭിക്കും. ഇങ്ങനെയൊക്കെ ഒരു കെട്ടുകഥകളോ സത്യമോ എന്നുള്ളത് ഞാൻ സ്ഥാപിക്കാൻ പോണില്ല. അതിനെപ്പറ്റി എനിക്കറിയില്ല, പറഞ്ഞില്ലേ. പക്ഷെ കൂടുവിട്ട് കൂടുപായം എന്നൊരു പറച്ചിലുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇത്. നമ്മളുടെ ശരീരം എപ്പോൾ ജീർണിക്കുന്നുവോ, ഇനി അധികം കുറച്ചുകൂടി മിസ്സായി പറയുകയാണെങ്കിൽ ജീർണിക്കുക പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഇന്ദ്രിയങ്ങളെല്ലാം നശിക്കുക, അതായത് ഇന്ദ്രിയങ്ങളുടെ ശക്തി കുറയുക, ഒന്നിലോ കുറയുക അല്ലെങ്കിൽ നശിക്കുക.
കണ്ണാണെങ്കിൽ കാണാതാവുക, അല്ലെങ്കിൽ മങ്ങുക. വായാണെങ്കിൽ സംസാരശേഷി ഇല്ലാതാവുക, ശ്രവണശേഷി ഇല്ലാതാവുക, ശ്രവണശേഷി കുറയുക. ഇതൊക്കെയാണ് ജീർണിക്കുക പറഞ്ഞു. പൂർണ്ണ ജീർണം ആയിക്കൊള്ളണം എന്നില്ല. അപ്പം നമ്മളുടെ ശരീരം അതാത് ശക്തിയെ ഉപയോഗിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ വരുമ്പോൾ, ഒരിക്കൽ കൂടി പറയാം, ശരീരം നമ്മളുടെ കയ്യിൽ ഇല്ലാതാകുന്നു. അതായത് ഇന്ദ്രിയങ്ങൾ നമ്മളുടെ കൺട്രോളിലല്ല. ഇപ്പോൾ ചെറുപ്പക്കാർക്ക് ഒരു 10-16 വയസ്സായവർക്ക് ഉള്ള ശക്തി ഒരു 70-80 വയസ്സായതിന് ഉണ്ടാവില്ല. ആഹാരം അത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് ബൂസ്റ്റ് കൊടുത്താലും ശരി, മറ്റെന്ത് കൊടുത്താലും ശരി, ഇയാൾക്കും കൊടുക്കുന്നു അയാൾക്കും കൊടുക്കുന്നു വയ്ക്കുക. ഈ 16 വയസ്സുകാരൻ ഓടുന്ന ദൂരം ഈ 80 വയസ്സുകാരന് ഓടാൻ സാധിക്കില്ല. കാരണം എന്താണ്? അയാളുടെ അവയവങ്ങൾ ഓരോന്നായി ജീർണിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞരമ്പുകൾ, കണ്ണുകൾ, മാംസപേശികൾ, ഇങ്ങനെ എല്ലാം ജീർണിച്ച് പോയി മരണാവസ്ഥയിൽ എത്തുന്നു. മരണാവസ്ഥ എങ്ങനെ വേണമെങ്കിലാവും, കിടന്ന് മരിക്കാം. നമ്മൾ പറയുക ഹാർട്ട് അറ്റാക്ക്, എന്ത് അറ്റാക്കോ കുട്ടാക്കോ എന്ത് കുന്തോ ആവട്ടെ, മനുഷ്യൻ മരിക്കും. ആ സമയത്ത് നമ്മളുടെ ശരീരത്തിലുള്ള ഈ ജീവാത്മാവ് നമ്മളെ ഉപേക്ഷിക്കുന്നു. ഇനി നീ വേണ്ട എന്ന് പറഞ്ഞ് അയാൾ സ്വയം വേറെ ഒരു ശരീരത്തിൽ പ്രവേശിക്കുന്നു. മനുഷ്യനിൽ പ്രവേശിച്ചു കൊള്ളണമെന്നില്ല, ഒരു ജീവനിൽ പ്രവേശിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇവിടെ മനുഷ്യനിൽ പ്രവേശിക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നുണ്ടെങ്കിൽ കൂടി ഒരു ജീവനിൽ, മറ്റൊരു ജീവനിൽ അവർ പ്രവേശിക്കും. അതുകൊണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ശവത്തിനെ ആരാ നോക്കാൻ? നമ്മൾ വലിയ പ്രഗത്ഭന്മാരാണെങ്കിൽ കുറച്ച് ആൾക്കാർ വന്ന് മാലയിട്ടും ഒരു 10 മിനിറ്റ് ഇരുന്ന് അനുശോചന പ്രസംഗവും മണ്ണാങ്കട്ടിയൊക്കെ നടത്തും. അത് കഴിഞ്ഞാൽ ഈ ശരീരവും നശിക്കും. ഇതവിടെ കൊണ്ടുവച്ച് കുഴിച്ചിടുന്നവരാണെങ്കിൽ കുഴിച്ചിടും, കത്തിക്കുന്നവർ സംസ്കാര ചടങ്ങുകൾ നടത്തും. അതാത് മതാചാരങ്ങളനുസരിച്ച് നമ്മളത് ചെയ്യും. പക്ഷെ അവിടെയും നമ്മളെ ശരീരം നശിക്കും. അപ്പോൾ താൻ എന്ത് നേടിയിട്ട് കാര്യം? ഞാൻ ചോദിക്കുന്നു, ഈ ആത്മാവിൻ്റെ പിന്നാലെ തനിക്ക് പോകാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ജീവിക്കുന്നിടത്തോളം കാലം നമുക്കൊരു കർമ്മം നിശ്ചയിച്ചിട്ടുണ്ട്. ആ കർമ്മം നമ്മൾ ചെയ്തേ പറ്റൂ. അതിൽ നിന്ന് വ്യതിയാനം വേണ്ട. ഇതാണ് എടുത്തെടുത്ത് ഭഗവാൻ പറയുന്നത്. അർജുന, നീ വിഡിത്തം പറയല്ലേ, നീ പറയുന്നത് കേട്ടാൽ വലിയ ബുദ്ധിമാനം പോലെ പറയുന്നുണ്ട്. പക്ഷെ പ്രവർത്തനം അങ്ങനെയല്ല. ക്ഷത്രിയനാണ് നീ, രാജ്യപാലനമാണ്, പാവപ്പെട്ടവരെ രക്ഷിക്കുകയാണ് നിൻ്റെ കർമ്മം. ശത്രു വന്നാൽ ശത്രുക്കളെ എതിർക്കുക, അവരെ കൊല്ലുക. ഇതാണ് ലക്ഷ്യം. അതുകൊണ്ട് നിൻ്റെ മനസ്സും എൻ്റെ മനസ്സും ഈ ലോകത്ത് കാണുന്ന എല്ലാവരുടെയും മനസ്സും വേർപെട്ട് പോകും. ജീവാത്മാ വേർപെട്ട് പോകും, അതിന് സംശയമില്ല. അപ്പോൾ ഈ ശരീരം നീ യുദ്ധം ചെയ്യാതെ ഇരുന്നിട്ട് ഈ ശരീരം കൊണ്ട് നീ എന്താ നേടാൻ പോകണം? ചോദിക്കട്ടെ. ഞാൻ വെറുതെ ഇങ്ങനെ കുത്തിയിരിക്കും, നാട്ടുകാർ മുഴുവൻ തുപ്പും, ഇവനെ എന്തിനാണ് രാജാവാക്കിയത്, നമ്മളെ രക്ഷിക്കാൻ കഴിയാത്തവരെ പറഞ്ഞ് നിൽക്കും. അപ്പോൾ നിനക്ക് നരകമായിരിക്കും ജീവിതം. ഇപ്പോഴോ യുദ്ധം ചെയ്താലും നിനക്ക് നല്ലതാണ്, യുദ്ധത്തിൽ മരിച്ചാലും നല്ലതാണ്. എന്താ യുദ്ധം ചെയ്താൽ നല്ലത്? തൻ്റെ കർമ്മം നിർവഹിക്കുന്നു, രാജകർമ്മം, ധർമ്മകർമ്മം. നിനക്ക് വിശ്വസിച്ച് ദൈവം തന്നിരിക്കുന്ന കർമ്മം നീ നിശ്ചയിക്കുന്നു. അപ്പോൾ അതിൽ നീ വിജയിക്കുന്നു. ഇനി യുദ്ധത്തിൽ മരിച്ചാൽ എന്ത് കിട്ടും? അപ്പോഴും സ്വർഗം കിട്ടും. എന്തുകൊണ്ട്? ഇത്രയും ലോകത്തിന് ധർമ്മം രക്ഷിക്കാൻ വേണ്ടി യുദ്ധം ചെയ്ത ആ മഹാൻ എന്ന പദവിയോടുകൂടി നീ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു. അപ്പോൾ യുദ്ധം ചെയ്യണം നീ. എങ്ങനെ? ചെയ്യാതിരുന്നാലോ ജനങ്ങൾ നിങ്ങനെ കാറിത്തുപ്പും, പൊതുജനങ്ങൾ കാറിത്തുപ്പും. ശ്രേഷ്ഠന്മാർ നിന്നെ ശ്രേഷ്ഠനായി കണക്കാക്കില്ല. ഇപ്പം നീ ശ്രേഷ്ഠനാണ്. അതുകൊണ്ട് അർജുന, നീ യുദ്ധം ചെയ്യ്, മനസ്സിനെ മനസ്സിലാക്കുക. ഇതാണ് നിൻ്റെ കർമ്മം എന്ന് പറഞ്ഞ് ഭഗവാൻ അവിടെ അവസാനിപ്പിക്കുന്നു.